സമ്മതിച്ചിരിക്കുന്നു. മാറ്റ കല്യാണത്തിന് ആർച്ച സമ്മതിച്ചിരിക്കുന്നു. എന്താ ആർച്ച നീ പറയണേ? അതെ വല്യേട്ടാ, എവിടെ നിന്നോ വന്ന ഒരു വക്കീലും അവന്റെ അനുജത്തിയും കൂടി മന്നാടിയാർ കുലം അടിച്ചു പിരിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. എങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല ഈ ആർച്ച. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറ. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തനുസരിക്കാം. അവൻ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ജയിക്കരുത്. അയാൾ പറഞ്ഞ എന്തിനും ആർച്ച തയ്യാർ. 2 കല്യാണവും ഒരേ പന്തലിൽ നടക്കട്ടെ. ശരി. പെൻഷൻ ആയല്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അമ്മാവൻ ഇവിടെ നിൽക്കാണോ? അകത്ത് അന്വേഷിക്കുന്നു. ചെന്നാട്ടെ. എവിടൊക്കെ അന്വേഷിച്ചവര്? മുഹൂർത്ത സമയമായി. ഇല്ലെന്നേ, ഇനി സമയമുണ്ട്. നമ്മുടെ ആൾക്കാരെ കാണുന്നില്ലല്ലോ. ആര്? പോലീസുകാരാ? പോലീസുകാരല്ലെന്നേ, പിന്നെ ആ ഇടിവണ്ടികളെ. ഇടിവണ്ടിയാ? ആർച്ചയെ ഒതുക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഇടിവണ്ടികൾ. ഗജേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ പുഷ്പവല്ലി. വീരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ ലീലാമണി. നരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ തിലോത്തമ. പാമ്പിൻ കൂട്ടിലേക്ക് കീരികൾക്ക് സ്വാഗതം. അകത്തേക്ക് പോകാൻ പറ്റില്ല. ഭർത്താക്കന്മാരെ കാണാമെന്ന് ഞങ്ങളെ തടുക്കാൻ നീ ആരാടോ ചൂലെ? എന്നെ കൊണ്ട് ബലം പ്രയോഗിപ്പിക്കരുത്. ഈ ആശു പോലെ ഇരിക്കുന്ന താനാണോ ബലം പ്രയോഗിക്കുന്നത്? പറ്റില്ല. ഇതെന്റെ ആൾക്കാരാണ്. ഇത് ചെണ്ടക്കാർക്ക് ചായ കൊടുക്കൂ. ചെണ്ടക്കാർ മണ്ഡപത്തിലുണ്ടല്ലോ. മണ്ടത്തരം പറയാതെ വേണ്ടത് ചെയ്യൂ. ഓ, എന്റെ കണ്ടക ശരി. ഈ ചെണ്ട അങ്ങോട്ട് അയ്യോ. അയ്യോ, നമ്മുടെ ഒരു കോലം കണ്ടില്ലേ ചേട്ടാ? ചേട്ടൻ ചടച്ച് ചടച്ച് ചരട് പോലെയായി. അയ്യോ എന്റെ ചേട്ടാ, എന്നെ കാണാണ്ട് ചേട്ടന്റെ തല മുഴുവൻ മൊട്ടയായി പോയല്ലോ ചേട്ടാ. അയ്യോ. അപ്പൊ ചടങ്ങ് തുടങ്ങാം. കൊട്ട്. ഇനി മന്നാടിയാർ പെണ്ണിന്റെ കെട്ട്. പെണ്ണ് വരട്ടെ. തോറ്റ് തൊപ്പി ഇട്ടില്ലേടി ഉണ്ണിയാർച്ചേ. എവിടെ പോയി നിന്റെ മൂച്ച്? നാലാൾ കാണുക നിന്നെ ഈ വേഷത്തിൽ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ഈ സേതുരാമൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി? സേതുരാമ, ആർച്ചാനെ വേറൊരുത്തൻ കെട്ടിയതാടാ. ഇവള് വേറൊരുത്തന്റെ ഭാര്യ. ഓക്കേ, പട്ടി തല്ലി കൊല്ലടാ ഈ പട്ടിയെ. വല്ലവന്റെ ഭാര്യ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് തെറ്റ് ചെയ്യുന്നത് ഇവളാ. ഇവളോട് ചോദിക്ക്, എന്നോട് നിങ്ങളോട് എന്തിനീ ചതിയെന്ന്. മോളെ ആർച്ചേ, ചേട്ടൻ ഈ കേട്ടത് നേരാണോ? പറമോളെ പറ. ആരുടെ മുമ്പിൽ തലകുനിക്കാത്തവരാണ് നിന്റെ ആങ്ങളമാര്? പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പറയില്ല, അവൾക്ക് പറയാൻ പറ്റില്ല. പറയടി, എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? ചിലപ്പോ ആരാണെന്ന് ഇവൾക്ക് സംശയം കാണും. രഹസ്യക്കാർ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സംശയം തീർച്ചയായിട്ടും കാണും. എടാ സേതു, വിടണോ? അതെ, സേതു തന്നെ. ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ. ഇവൾ എന്ത് വിചാരിച്ചു? വല്ലവന്റെ എച്ചിൽ നിന്ന പട്ടിയാണ് ഞാനെന്നോ? നിങ്ങൾ വലിയ മന്നാടിയന്മാരല്ലേ? നാണമാവുന്നുണ്ടെങ്കിൽ കൊത്തിയെറിഞ്ഞ് മന്നാടിപ്പുഴയിൽ ഒഴുക്കിവളെ. കൊല്ലണ്ട. മൂത്ത് നിരച്ച് ഇവള് തന്നെ അനുഭവിക്കട്ടെ ഇവള് ചെയ്ത തെറ്റിന്റെ ഫലം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ മന്നാടിപുരത്തെ പൂരം. ഈ കിടപ്പ് കാണാനാണോ 5 വർഷം പിരിഞ്ഞിരുന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി പറന്ന് വന്നത്? നാത്തൂന്റെ കല്യാണം കൂടാൻ വന്നിട്ട്
പ്രാണനാഥന്റെ 16 അടിയന്തരം ഉണ്ണണ്ട ഗതികേട് വന്നല്ലോ എന്റെ ഭഗവതി. ഏത് നാഥന്റെ 16 അടിയന്തരം ഉണ്ണുന്ന കാര്യമാടി പുഷ്പവല്ലി നീ കിടന്ന് പുലമ്പുന്നത്? എവിടെ അവൻ? ആരുമില്ലേട്ടാ. എന്റെ പൊന്നു പെങ്ങളുടെ മാംഗല്യം മുടക്കിയവൻ. അവന്റെ ഉടലും തലയും രണ്ടാക്കി കൊണ്ടുവാടാ. മഹാപാപി, നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം തുലയ്ക്കുമല്ലടാ. എടാ പട്ടി, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യം? ധൈര്യം കൊണ്ടല്ല, ഫോട്ടോ കൊണ്ട് തൊലച്ചത്. ഫോട്ടോ ആരാന്നടാ? ഞാനാണ്. അവനെ ആ ഫോട്ടോ ഏൽപ്പിച്ചത് ഞാനാണ്. നീയോ? അതെ, ഞാൻ തന്നെ. കല്യാണ പന്തലേക്ക് ആ ഫോട്ടോ കൊടുത്തയച്ചത് ഞാനാണ്. പച്ച കള്ളം. താനല്ല ആ ഫോട്ടോ കൊടുത്തയച്ചത്, അത് കൊടുത്തയച്ചത് ഞാനാ. മാറ്റ കല്യാണം നടത്തി ആർച്ചയെ സ്വന്തമാക്കുമെന്ന് താൻ പൊന്നാങ്ങളമാരെ വെല്ലുവിളിച്ചില്ലേ? താൻ ചെന്ന് നോക്ക്, തന്റെ പെങ്ങളുടെ കഴുത്തിൽ എന്റെ ചേട്ടൻ കെട്ടിയ താലി കിടപ്പില്ലേന്ന്. പക്ഷേ ആർച്ചയുടെ കഴുത്തിൽ തന്റെ താലി ഇല്ല. തനിക്ക് മാറ്റ കല്യാണം വേണോ അല്ലേ? മൊന്നാടിപുരത്തെ ചാളകളിൽ കാണും 4 കാശിന് വകയില്ലാത്ത പെണ്ണുങ്ങൾ. ചെന്ന് അന്വേഷിക്ക്, അവിടെ നിന്ന് കിട്ടും തനിക്ക് പെണ്ണ്. തനിക്ക് കാണണോ ഈ പന്തൽ അഴിക്കുന്നതിന് മുമ്പ് ആർച്ചയുടെ കഴുത്തിൽ താലി വീഴുന്നത്? തുള്ളി കഴിഞ്ഞോടി. കഴിഞ്ഞെങ്കിൽ പറ, നീ നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. മന്നാടിയാന്മാരുടെ ഉണ്ണിപ്പങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിയ കുറെ സത്യങ്ങളുണ്ട്. ആങ്ങളമാര് കേട്ടോ, ഇവൾ കൊടുത്തയച്ച ആ കല്യാണ ഫോട്ടോയിലെ ചെക്കൻ ചെങ്കോട്ട വീട്ടിൽ സേതുവാണ്. അതെ, ഈ സേതുരാമൻ. ഞെട്ടണ്ട, നേരാണെന്ന് ചോദിക്കവളോട്. അല്ലെന്ന് അവള് പറയട്ടെ. അല്ല അല്ല അല്ല, ഇയാളെ ഞാൻ അറിയുക പോലുമില്ല, സത്യം. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്ന ആരടി? അയാളെ തന്നെ അറിയില്ല. ഒരു കോളേജ് നടത്തി അരങ്ങേറി ഇറങ്ങും തന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. എടീ, നിന്നെ അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ. ഞങ്ങൾക്ക് ഞങ്ങളെ പെങ്ങളെ വിശ്വാസമാണ്. നിന്നെ ഈ നാട്ടിൽ ഇനി കണ്ടുപോകരുത്. നിന്നെയും പോടാ. ഞാൻ പറയുന്നു. നിർത്ത്. അളിയൻ പോണ്ട. സേതു ഇപ്പൊ എന്റെ അളിയനാ, എന്റെ ബന്ധുവാ. എനിക്ക് അയാളോട് ചില മര്യാദയൊക്കെ ഉണ്ട്. എവിടെയൊക്കെ എനിക്ക് അവകാശമുണ്ടോ അവിടെയൊക്കെ സേതുവിനും ഉണ്ട്. അളിയൻ ഇവിടെ ആരും ഒന്നിനും തടയില്ല. കളിച്ച് കളിച്ച് അങ്കത്തട്ടി കയറിയാന്നോടാ കളിക്കുന്നത്? അതേടോ, സേതു കളിക്കും. തന്റെ കൊച്ചമ്മയില്ലേ ആർച്ച, അവളോട് പോയി പറഞ്ഞേക്ക അവളെ വിറ്റ കാശ് സേതുവിന്റെ കയ്യിലുണ്ടെന്ന്. ഇവൻ ആർച്ചയെ വിറ്റെന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യേ. കളിയിൽ ചേട്ടൻ തന്നെ ജയിച്ചു. പകരം എന്നെ വിൽക്കേണ്ടി വന്നു അല്ലേ? 100,000 പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ കല്യാണം നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ ചേട്ടനൊരു സ്വാർത്ഥന. സ്വന്തം കാര്യത്തിന് വേണ്ടി അനിയത്തിയെ കുരുതി കൊടുത്ത മനസാക്ഷി ഇല്ലാത്തവന്. അല്ല, ഒരു ജാതക ഫലം പോലെ ഒന്നിച്ച് ഭവിച്ചതാണല്ല. എന്റെയും നിന്റെയും ജീവിതം നശിപ്പിച്ചത് ഒരേ കൊലയിൽ കുരുത്തവരായിപ്പോയി. നീ രാജേന്ദ്രനെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ആർച്ചയെ പരിചയമുണ്ടായിരുന്നു. ആർച്ചയെ അല്ല, സുന്ദരിയെ. സുന്ദരി? അതെ, ഞാൻ താലി കെട്ടിയ എന്റെ സുന്ദരിയെ. യൗവനത്തിന്റെ എടുത്തിയാട്ടവും നിയമം അറിയാമെന്ന അഹങ്കാരവും ഉള്ളിലുറച്ചപ്പോൾ ലോ കോളേജിൽ ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു തീരുമാനമെടുത്തു. വക്കാലത്തും ഫീസുമൊക്കെയുള്ള വക്കീൽ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യാമ്പസിനകത്തുനിന്ന് തന്നെ ഒരു തുണയെ കണ്ടെത്തി ലോകത്തെ ഞെട്ടിപ്പിക്കുക. ആർക്കും അപേക്ഷിക്കാം. വരനെയും വധുവിനെയും കമ്പ്യൂട്ടർ നിശ്ചയിക്കും. ചെങ്കോട്ട വീട്ടിലെ ഈ സേതുരാമന് ഭാര്യയായി കിട്ടിയത് സേതുരാമൻ. നല്ല പേര്. കേട്ടിട്ട് പാവാണെന്ന് തോന്നുന്നു. നീ ഇതെന്ത് ഭാവിച്ചാ? ആണുങ്ങളോട് മൊത്തമുള്ള നിന്റെ ദേഷ്യം ആ പാവം ഒറ്റയ്ക്ക് അനുഭവിക്കണോ? അതെ, ചതിക്കപ്പെടുന്നത് എപ്പോഴും പെണ്ണല്ലേ. പക്ഷെ ഇവിടെ ഒരു മാറ്റം. ഒരാണ് ചതിക്കപ്പെടുന്നു. ഇവനൊക്കെ എന്ത് വിചാരിച്ചു? ഒരു താലിച്ചരടിൽ കെട്ടി പന്താടാനുള്ളതാണ് നമ്മളെന്നോ? എടാ സേതുരാമ, ആർച്ചയ്ക്ക് നിന്നെയും നിന്റെ വർഗത്തെയും പുച്ഛമാ. അടുത്തതായി ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, ഞാൻ ഈ നവദമ്പതികളോട് അസൂയപ്പെടുകയാണ്. ഇവർ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുകളാകാൻ പോകുന്നു എന്നോർക്കുമ്പോൾ ആചാരങ്ങളും മാമൂലുകളും തല്ലിത്തകർത്തുകൊണ്ട് കോളേജിൽ നിന്ന് തന്നെ തന്റെ ജീവിത പങ്കാളികളെ കണ്ടെത്തി ജീവിതം തുടങ്ങാൻ ധൈര്യം കാണിച്ച സോറി, എന്താ പേര്? അത്രയ്ക്ക് മറവിയാണോ? കെട്ടുന്ന പെണ്ണിന്റെ പേര് പോലും ഓർമ്മ നിൽക്കില്ലേ? സുന്ദരി. അല്ല, സേതുവിന്റെ വീട്ടുകാരൊന്നും വന്നില്ലേ? കയറി ചെല്ലുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. സുന്ദരിയുടെ വീട്ടുകാര് സർപ്രൈസ് അവിടെ ആയിക്കോട്ടെ. ഹായ്, കാരിയാണ്. ഹലോ. ഹലോ. എന്റെ കക്ഷിയെ കണ്ടോ? ഇല്ല, ചിലപ്പോ നേരത്തെ മണിയറക്കാര് വായലടച്ചു കാണും. ഞാൻ ഇപ്പൊ വരാം. ഹോട്ടൽ മുറിയിലും
അവളില്ലായിരുന്നു. എല്ലായിടത്തും ഞാൻ അവളെ അന്വേഷിച്ചു. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കണ്ടില്ല. ഒരു മിന്നലാട്ടം പോലെ മാത്രം കണ്ട എൻ്റെ ഭാര്യയുടെ മുഖം വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യ രാത്രി വിളിപ്പിച്ചു. ഹലോ. ഹലോ മിസ്റ്റർ സേതുരാമൻ, ഇത് ഞാനാ, മിസ്സസ് സേതുരാമൻ. നിനക്കിത് എന്ത് പറ്റി? നീ എവിടെ നിന്ന് വിളിക്കുന്നു? എവിടെ നിന്നാണെന്നോ? എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ നിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു തന്റെ ഫസ്റ്റ് നൈറ്റ്? എവിടെ തിരക്കിയാലും മേലിൽ താൻ എന്നെ കാണില്ല. താൻ എന്ത് വിചാരിച്ചു? ഒരൊറ്റ നിമിഷം കൊണ്ട് താലി കെട്ടി 100,000 ദിവസം തന്റെയൊക്കെ അടിമയായി കഴിയാനുള്ളതാണ് പെണ്ണിന്റെ ജീവിതമെന്നോ? സമൂഹ വിവാഹം നടത്തിയ തന്റെ സമൂഹത്തോട് താൻ തന്നെ പോയി പറ, ഒരു പെണ്ണ് തന്നെ ചതിച്ചെന്ന്. അന്ന് കണ്ട എൻ്റെ ഭാര്യയുടെ മുഖം പിന്നെ മന്നാടിപുരത്തെ ഈ കൊളക്കടവിൽ വെച്ചാണ് ഞാൻ വീണ്ടും കാണുന്നത്. അപ്പൊ ആർച്ച ഏട്ടന്റെ ഭാര്യയാണല്ലേ? അതെ, അല്ലെന്നവൾ ആണയിട്ട് പറഞ്ഞാലും ശരി, ഞാൻ താലി കെട്ടിയ പെണ്ണ. അവളെയും കൊണ്ട് ഈ സേതു പോകൂ. ആർച്ചയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തും. സേതുരാമന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ആർച്ച മാത്രമാ. അതെ, അനീത്തിയും ചേട്ടനും കൂടി ഇവിടെ കുശിച്ചോണ്ടിരുന്നോ? ആർച്ച അവിടെ നിന്നെ കുരുക്കാൻ വലവിരിച്ചു കാണും. ചെല്ല്. അതേന്നെ, എല്ലാ മന്നാടിയന്മാരുടെ ആദ്യ രാത്രി കൊളമാക്കിയുള്ള ആ ആർച്ച. മന്നാടി വീട്ടിൽ കാലെടുത്ത് ഊത്തിയ ഞങ്ങൾ 3 പെണ്ണുങ്ങൾക്കും ആദ്യ രാത്രി കാലരാത്രി ആയിരുന്നു. സൂക്ഷിച്ചോ. പാരമ്പര്യമായിട്ട് മന്നാടിയന്മാരുടെ ആദ്യ രാത്രി ഈ മുറിയിൽ ആഘോഷിക്കാറ്. ആ പതിവ് നിന്റെ കാര്യത്തിലും തെറ്റണ്ട. ചെല്ല്, ചെല്ലടി. പോകരുത് ചേച്ചി, വാതിൽ തുറക്കൂ. മിണ്ടി പോരുത്. നീ എന്ത് വിചാരിച്ചു? കെട്ടിലെ മഞ്ചമ ഞാട്ടുകെട്ടിലിൽ വാഴാമെന്നോ? ഇനി നിന്റെ ജീവിതം നരക. പണത്താൽ മയങ്ങും, കണ്ടാൽ മയങ്ങും. അപ്പൊ തിന്നാലോ? തിന്നാലോ? നിന്നിടത്ത് നിന്നും മയങ്ങും. സാക്ഷാൽ ആന മയക്കി. 2 നുള്ളു പാലിൽ ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി അന്തമില്ലാത്ത രാത്രിയാകുമടി ചമ്പേ. യോ മഹാഭാവി, ഇതിന് നമ്മളും അനുഭവിക്കോടോ? അനുഭവിക്കത്തില്ലടി, തല ചെയ്യുന്ന പാവം കൈക്കേൽക്കത്തില്ലടി. ഇത് ആനമയക്കി, ഇത് പാല്. പാവ എന്റെ ചെറിയേട്ടൻ ആനമയക്കി കുടിച്ച് സുഖമായി ഉറങ്ങും. പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത്. കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം. അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പേ. ചോര ഒഴുകണം. ആനമയക്കിത്താ. ഇതെന്തു പറ്റി? മുല്ലപ്പൂവ് എൻ്റെ ഒരു ബലഹീനതയാടി. അയ്യോ, എന്താ? മുല്ലപ്പൂവ് അവിടെ ഒരു താക്കോല്. എന്താ 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 എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മഞ്ജു. ഞാൻ വിചാരിച്ചു. നീ എന്നത്തെയും പോലെ ഇന്ന് ഞാൻ തന്നെ ചേട്ടന് പാലുമായി വന്നിരിക്കുന്നത്. അപ്പോ അവളെവിടെ? എന്റെ ഭാര്യ. മഞ്ജു ഒരു നാണക്കാരിയാ. ചേട്ടൻ പാല് കുടിക്കൂ. അല്ല, അവളോട് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടിക്കൂ. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അവൾ ഇപ്പൊ ഇങ്ങെത്തും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ ആർച്ച മഹാറാണി, സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. എനിക്കിപ്പം നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം.
പക്ഷെ ഞാനൊന്നും ചെയ്യില്ല. കാരണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആയിരിക്കണം എന്റെ പെണ്ണ് ആദ്യ രാത്രിയിൽ എൻ്റെ അടുത്തെത്താൻ. ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട്. ഗുഡ് നൈറ്റ്.